അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ? എന്ത് സംശയം? അവളിപ്പോ സോഷ്യൽ മീഡിയയിൽ താരമല്ലേ? അതിന്റെ ഒരു സന്തോഷത്തിൽ അവളിപ്പോ. സന്തോഷിക്കട്ടെ, ആ ഓളം സന്തോഷിക്കട്ടെ. അത് കഴിഞ്ഞ് നാട്ടുകാർ സന്തോഷിച്ചോളൂ. അവിടെ കൊടുത്താൽ മതി കേട്ടോ. ശരി. അതെ ചേട്ടാ, ഇതവിടെ കൊടുത്തേക്ക്. ഇരിക്കൂ. എന്താ വന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. പണയം വെക്കുന്ന കാര്യമാണോ? അല്ല, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യം. അതിന്റെ പലിശയെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനാ. എത്ര ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? അത് ഒരു 5 ലക്ഷം. മാഡത്തിന്റെ പേര് തന്നെയല്ലേ? അതെ. എന്താ മാഡത്തിന്റെ പേര്? ആയിഷ. സുൽഫത്ത്. ഇവിടെ സർട്ടിഫിക്കറ്റിലെ പേര് മതി. അല്ല, കുട്ടിയുടെ പേര് ആതിര എന്നല്ലേ? അതെ. കുട്ടിയുടെ ഏട്ടന്റെ പേര് സച്ചി. അതെ. ഏട്ടനെ അറിയോ? ഏട്ടനെ മാത്രല്ല, എനിക്ക് ആ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം. അതെങ്ങനെയാ? അത് പിന്നെ ഞാൻ ഒരിക്കൽ കുട്ടിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കുട്ടിയുടെ ഏട്ടന്റെ കൂട്ടുകാരനാണ്. ഓ. ഒരിക്കല് കുറച്ച് പണം കൊടുത്തയച്ചത് തരാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് നിങ്ങളായിരുന്നോ? എവിടെയെങ്കിലും വെച്ച് ഒന്നുകൂടി കാണണമെന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചിരുന്നതാ. അതെന്തിനാ? അന്ന് നിങ്ങൾ ആ പണം കൊണ്ട് തന്നതുകൊണ്ടാ ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയത്. അതിനൊരു നന്ദി വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അന്ന് പക്ഷെ കഴിഞ്ഞില്ല. എന്തിനാ നന്ദി പറയുന്നത്? അതൊക്കെ ഓരോ കടമകളല്ലേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് പിന്നെ കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കുന്നതും ഒരു കടമയാണല്ലോ. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നേ. അല്ല കുട്ടി, പലിശയുടെ കാര്യം പറഞ്ഞില്ല. എത്ര വർഷത്തേക്കാ ഡെപ്പോസിറ്റ് ചെയ്യുന്നേ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. 5 വർഷത്തേക്കാണെങ്കിൽ 6.5% കിട്ടും. അതിന് മുകളിലാണെങ്കിൽ 8 വരെ കിട്ടും. ഇപ്പൊ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാനും കാണാനും ഒക്കെയാ വന്നത്. പണമായിട്ട് ഞാൻ പിന്നെ വരാം. എന്തായാലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളതല്ലേ? ഈ ഫോമിൽ നിന്ന് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തേക്ക്. ഇവിടുന്ന് മാനേജർ കോണ്ടാക്ട് ചെയ്തോളും. ഓ, അതിനെന്താ? പിന്നെ ഫോൺ നമ്പർ കൂടെ എഴുതിയേക്കണേ. ചേച്ചിയുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ആരുടെ ശബ്ദം പോലെ തോന്നുന്നു. എന്റെ ശബ്ദം നീ എങ്ങനെ മറന്നു പോവാനാ മോളെ? നമ്മള് ഒരേ വയറ്റിൽ ജനിച്ച കൂടപ്പിറപ്പുകളല്ലേ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് നീ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവോ? എന്താ? ഈ വേഷത്തില് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ആപത്ത് കാലത്ത് സഹായിച്ച ഒരാളുടെ മുഖം ഒന്ന് കണ്ടിരിക്കാനുള്ള ആഗ്രഹമുണ്ട്. പിന്നീടാവട്ടെ. ഡെപ്പോസിറ്റ് ചെയ്യാൻ പണവും കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണാം. പറ്റുമെങ്കിൽ പുറത്തൊരുമിച്ച് പോയി ഒരു ചായയും കുടിക്കാം. ഞാനിപ്പോ പോട്ടെ. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. സച്ചേട്ടനോട്, അല്ല, കുട്ടിയുടെ ഏട്ടനോടും അമ്മയോടും ഒക്കെ എൻ്റെ അന്വേഷണം പറയണം കേട്ടോ. ശരി, പറയാം. ഞാൻ പോയിട്ട് വരാം.
അപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ? അതെ മാഡം. അവൾക്ക് സംശയമൊന്നുമില്ലല്ലോ? എന്ത് സംശയം? അവളിപ്പോ സോഷ്യൽ മീഡിയയിൽ താരമല്ലേ? അതിന്റെ ഒരു സന്തോഷത്തിൽ അവളിപ്പോ. സന്തോഷിക്കട്ടെ, ആ ഓളം സന്തോഷിക്കട്ടെ. അത് കഴിഞ്ഞ് നാട്ടുകാർ സന്തോഷിച്ചോളൂ, അല്ലേ കനകാംബര? പിന്നല്ലാതെ, നാട്ടുകാർ സന്തോഷിക്കുമ്പോ അവള് കരയും. അതല്ലേ അതിന്റെ ഒരു ഇത്. അല്ല മാഡം, ഡെപ്പോസിറ്റിന്റെ കാര്യം? കനകാംബരൻ ആവശ്യപ്പെട്ടതിന്റെ ഇരട്ടി കനകാംബരന്റെ ബാങ്കിൽ ഞാൻ ഇന്ന് തന്നെ നിക്ഷേപിക്കും. ഓ, അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ ഈ കാര്യം നടത്തിയെടുത്ത കനകാംബരന് എന്റെ വക ഒരു സമ്മാനമുണ്ട്. മേഡം എന്ത് തന്നാലും എനിക്ക് സന്തോഷമാണ്. എന്റെയും എന്റെ സ്ഥാപനത്തിന്റെയും നിലനിൽപ്പ് തന്നെ മേഡത്തിന്റെ കയ്യിലാ. തുറന്നു നോക്ക്. എങ്ങനെയുണ്ട്? സന്തോഷം മാഡം, എനിക്ക് സന്തോഷമായി. കനകാംബരൻ വരച്ച വരയിൽ നിന്ന് മാറാൻ അവൾക്കിനി പറ്റില്ല. ഇനി കനകാംബരൻ ആവശ്യപ്പെടുന്ന എവിടെയും അവൾ വരികയും ചെയ്യും, എന്തും ചെയ്യുകയും ചെയ്യും, അല്ലേ? അത് പിന്നെ പറയാനുണ്ടോ മാഡം? കാര്യം ഞാനിതെല്ലാം മാഡത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും സുവർണാവസരം കൈവന്നത് എനിക്കല്ലേ? അവളുടെ നാശം, അല്ലെങ്കിൽ ആത്മഹത്യ, അതോടെ സച്ചിയുടെ കുടുംബത്തിന്റെ അടിവേരളകും. മാഡത്തിന്റെ സന്തോഷം, അത് മാത്രം എന്റെ ലക്ഷ്യം. അല്ല, എവിടെ റോണി പകർത്തി അവളുടെ പ്രൈവറ്റ് വിഷ്വൽസ്? അതൊക്കെ എന്റെ കയ്യിൽ സുരക്ഷിതമാണ് മാഡം. അത് എനിക്കൂടെ അയച്ചു തന്നേക്ക്. ഒരു ബാക്കപ്പിന് അത് എന്റെ കയ്യിലും കൂടി ഇരിക്കട്ടെ. അത് അപകടമാണ് മാഡം. ഇനി അഥവാ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായപ്പോലും അതിന്റെ പേരിൽ മാഡത്തെ ആരും സംശയിക്കരുത്.